ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീഹരിയം ഒരു നിഴൽനാരായണീയം. ദശകം 89. മൃഗാസുരകഥയും ഭൃഗുപരീക്ഷണവും. ഭക്തന്മാർക്കോ ഐശ്വര്യത്തെ പെട്ടെന്നു നൽകില്ല ഭവൻ. ഐശ്വര്യം ആഹങ്കാരത്തെ ജനിപ്പിച്ചിടും. സമഗുണം നൽകും പിന്നെ സകലാഭീഷ്ടവും നൽകും. ശങ്കര പൂജിത നിന്നെ ഭജിക്കുന്നു ഞാൻ. സർവശക്ത ചില ഭക്തർ അന്യദേവ സേവ ചെയ്യും. ദീർഘാലോചനയില്ലാതെ കഷ്ടം വിചിത്രം. ഇക്കാര്യത്തിൽ കറയറ്റ ദൃഷ്ടാന്തമാണല്ലോ ദേവ. മൃഗാസുരൻ തൻ്റെ കഥ ഏറെ പ്രസിദ്ധം. ശകുനിസൂതനാമൃഗൻ നാരദനോടു ചോദിച്ചു, വേഗത്തിൽ പ്രസാദിച്ചിടും ദേവനാരാണ്? ശിവനെ സേവിച്ചിടുക ശ്രീനാരദൻ നിർദ്ദേശിച്ചു. ദുഷ്ടന്മാർക്കോ ബന്ധുവാം നിന്നെയോർക്കാതെ. ഉഗ്രതപം നടത്തിയിട്ടും ശിവൻ പ്രത്യക്ഷനായില്ല. ഉടവാളു കൊണ്ടു തല വെട്ടാൻ തുനിയേ. മുന്നിലെത്തി മഹേശ്വരൻ നെറുകയിൽ കൈതോട്ടിടിൽ ഭസ്മമാകണമെന്നുള്ള വരവും നൽകി. വരം നേടി വൃകാസുരൻ ശിവൻ തൻ്റെ നേർക്കടുത്തു. വലഞ്ഞുപോയി കൈലാസേശൻ ഓട്ടം തുടങ്ങി. വാമദേവൻ തന്നടുത്തേക്കോടി വരുന്നതു കണ്ടു. വടൂരൂപം കെട്ടി നിന്നു വൈകുണ്ഠനാഥൻ. വടു ചൊല്ലി വൃകാസുര, ശിവവരം ഫലിക്കില്ല. ശങ്കിക്കാതെ കൈയെടുത്തു തലയിൽ വയ്ക്കൂ. തലയിൽ കൈവച്ചു വിഡ്ഢി ചത്തു വീണു ചാരമായി. പരമശിവനു പോലും നീയേ ശരണം. മൂർത്തികൾ മൂവരിലും വെച്ചാർക്കാണേറെ സത്വഗുണം. അറിയാനായി ഭൃഗുമുനി പുറപ്പെട്ടല്ലോ. അനാദരം കാട്ടിയപ്പോൾ ബ്രഹ്മദേവൻ കോപിഷ്ഠനായി. അനങ്കാരി ശിവൻ താനും കോപിച്ചുവല്ലോ. ശ്രീദേവി തൻ മടി തന്നിൽ ഉറങ്ങുന്ന ശ്രീഹരിതൻ ശ്രീയേഴുന്ന മാറിൽ മുനി ആഞ്ഞു ചവിട്ടി. ശ്രീപതിയുണർന്നേണീറ്റു മുനിയോടു മാപ്പു ചൊല്ലി. ശിവസമായി മുനിപാദം ദേവന്റെ മാറിൽ. സരസ്വതി തീരവാസികളായിടും മാമുനിമാർ സത്വഗുണരൂപം നീതാനെന്നതറിഞ്ഞു. അചഞ്ചല ഭക്തിയുടെ പരമസായുജ്യം നേടി അച്യുതാനിൻ പദമലർ ഭജിച്ചിടുന്നു. ലോകസൃഷ്ടി നടക്കവേ വേദാദിക സ്തുതിച്ചോരു മഹാവിഷ്ണു പരമാത്മസ്വരൂപദേവ. ഗോപികമാരുടെ ഭാഗ്യമായ ഗുരുവായൂരപ്പ, സന്താപങ്ങൾ തീർന്നിടുവാൻ ഭജിക്കുന്നു ഞാൻ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.